ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സിൽ ഈക്വൽ ടു എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഈക്വൽ ടു പറഞ്ഞാൽ എങ്ങനെ എഴുതുന്നത്, സെയിം ആസ് ആണ് അതിൻ്റെ മീനിങ്. അതെങ്ങനെ എഴുതുന്നതും കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ഇതാ ഇങ്ങനെയാണ് ഈക്വൽ ടു എഴുതുന്നത്. അതിനെ തന്നെ നമ്മൾ എന്ത് പറയും? സെയിം ആസ്, സെയിം ആസ് എന്ന് പറയും. ഈക്വലും പറയും. ഈക്വൽ ടു പറഞ്ഞാൽ ഇതാണ്, അതിനെ സെയിം ആസ് എന്നും പറയും. അതാണ് നമ്മൾ പഠിച്ചത്. അതിന് നമ്മൾ ഒരേപോലെ വരുന്നത് മനസ്സിലായോ? ഒരു കോളത്തിൽ എത്രയുണ്ടോ അതേപോലെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈക്വൽ ടു അല്ലെങ്കിൽ സെയിം ആസ്. അപ്പൊ നമുക്ക് പേജ് നമ്പർ 67 നോക്കുക. മാച്ച് ദ ഫോളോയിങ് വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. അതെന്താണെന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു കോളത്തിൽ എത്ര എണ്ണമാണോ ഉള്ളത് അതേ എണ്ണം മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എത്ര നോക്കൂ, സൺഫ്ലവർ ആണ് ഫസ്റ്റ് പിക്ചർ കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ എത്ര ഉണ്ടെന്നു? 1 2 3 4 5 6 സൺഫ്ലവേഴ്സ് ഉണ്ട്. ആ സൺഫ്ലവർ തന്നെ മാച്ച് ദ ഫോളോയിങ് വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 6 എണ്ണം ഉള്ളത് ഏതാണ് എന്ന് നോക്കുക. സെയിം ആയിട്ട് നമ്പർ ഉള്ളത്, ഒരേപോലെ നമ്പർ ഉള്ളത്. ഇവിടെ 6 എണ്ണം ഉള്ളത് ഏതാണ്? ഇവിടെ നോക്കൂ, ബലൂൺ ആണ് അത് ഈക്വൽ ആയിട്ട് വരുന്നത്. 1 2 3 4 5 6 ബലൂൺ ആണ്. സൺഫ്ലവറിന് മാച്ച് ആയിട്ടുള്ളത് ഏതാ? ബലൂൺ. അപ്പൊ അതിലേക്ക് മാച്ച് ചെയ്യാം. ഇനി 2 ബലൂൺ ആണ് ഇപ്പുറത്തുള്ളത്, 1 2. അതേപോലെ ഈക്വൽ ആയിട്ടുള്ള നമ്പർ ഉള്ളത് ഏതാ? മാംഗോ ആണ്, 1 2. ആ ബലൂണിനെ നമ്മൾ ഏതിലേക്ക് മാച്ച് ചെയ്യണം? മാംഗോയിലേക്ക് മാച്ച് ചെയ്യാം. അടുത്ത് നോക്കൂ, ട്രീ ആണ്, 1 2 3 ട്രീ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി 3 ഈക്വൽ ആയിട്ടുള്ളത് ഏതാ? സൺഫ്ലവർ ആണ്, 1 2 3. അങ്ങനെ ഈക്വൽ നമ്പർ ആയിട്ടുള്ളതിനെ ഈക്വൽ നമ്പർ മറ്റേ സൈഡിലേക്ക് മാച്ച് ചെയ്യാം. അതാണ് പേജ് നമ്പർ 67 ഉള്ളത്. അടുത്ത പേജ് നോക്കൂ, പേജ് നമ്പർ 68. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നോക്കൂ, ഡ്രാ ഒബ്ജക്റ്റ് ടു മാച്ച് ദ നമ്പേഴ്സ്. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ആദ്യത്തെ 2 എണ്ണത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവര് വരച്ച് തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കണം നോക്കൂ, 3 balls ഈക്വൽ ടു 3 balls. മനസ്സിലായോ? അപ്പൊ 2 ഈക്വൽ ആയിട്ടുള്ളത് നമ്പേഴ്സ് ആണ്. ഈക്വൽ ടു അല്ലെങ്കിൽ സെയിം ആസ്. ഈക്വൽ ആണ്, ഒരു സൈഡിൽ 3 ആണ്, അതേ സൈഡ് ഈക്വൽ ടു 3. അതേമാതിരി രണ്ടാമത്തെ നോക്കൂ, സ്റ്റാർ ആണ്, 4 സ്റ്റാർ ഉണ്ട്. 4 സ്റ്റാർ ഈക്വൽ ടു 4 എന്നിട്ട് തന്നിട്ടുണ്ട്. ആ 4 സ്റ്റാർ തന്നെ ഈ കോളത്തിൽ വരയ്ക്കുക. 4 സ്റ്റാർ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റേ സൈഡിൽ വരയ്ക്കുക. അടുത്ത് നോക്കൂ, 2 ആണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് 2 എണ്ണം വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് 2 ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ മറ്റേ സൈഡിലും നിങ്ങൾ ഈ കോളത്തിൽ ഏത് ഒബ്ജക്റ്റ് ആണോ വരച്ചിരിക്കുന്നത് അതേ പിക്ചർ തന്നെ മറ്റേ സൈഡിലും വരയ്ക്കുക. അടുത്ത് നോക്കൂ, 3 ആണ് തന്നിരിക്കുന്നത്. 3 പിക്ചർ ആ കോളത്തിൽ വരയ്ക്കുക. ഈക്വൽ ടു 3 പിക്ചർ, അതേ പിക്ചർ അടുത്ത ഭാഗത്തും വരയ്ക്കുക. അതാണ് 3 ഈക്വൽ 3, 4 ഈക്വൽ 4, 2 ഈക്വൽ 2, 3 ഈക്വൽ 3. ഇതാണ് സെയിം ആസ് അല്ലെങ്കിൽ ഈക്വൽ ടു. മനസ്സിലായോ? അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഈക്വൽ എന്നുള്ളതിൽ പഠിച്ചിരിക്കുന്നത്. ഓക്കെ.